കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ അവിടുത്തെ വലിയ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമായി കീഴേ ശാശ്വത ഭുജങ്ങളാൽ നമ്മളെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി നന്ദി പറയാൻ തയ്യാറാവാം. വീണുവെങ്കിൽ ഞാൻ വീണ്ടും എഴുന്നേൽക്കും എന്ന് മികാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ ഇരുട്ടത്തിരുന്നാലും എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന, എന്നെ വിശാലത്തിലേക്ക് നയിക്കുന്ന, എന്നെ ആത്മാവിൽ പണിയുന്ന, ശക്തീകരിക്കുന്ന സർവശക്തനായൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പ്രഭാതത്തിലും ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടാവണം. കാത്തിരിക്കുന്നവരാരും പരാജയപ്പെടില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. യഹോവേ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത് എന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു. 40 സങ്കീർത്തനത്തിൽ പറയും, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവിടുന്ന് എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. അങ്ങനെ കാത്തിരിക്കുന്നവർ നിലവിളി കേൾക്കുന്ന, നമ്മുടെ അടുത്തേക്ക് ചെവി ചായച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുത്തെ മുൻപാകെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഉന്നതനായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം, ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം, ശാശ്വതവാസിയായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം, കർത്താവ് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ഭുജം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവരെ കാണുന്ന, അറിയുന്ന, നിവർത്തുന്ന, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരെയുമല്ല, തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവരെ നിവർത്തുകയും ഉയർത്തുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലം കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് വേഗത്തിലുണ്ടാകും. അവിടുത്തെ വരവിനായി നമുക്കൊരു ഒരുക്കം ആവശ്യമുണ്ട്. നാമോ നാശത്തിലേക്ക് പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കാൻ അവിടെ നമ്മെപ്പറ്റി ആഗ്രഹിക്കുമ്പോൾ ഈ പ്രഭാതത്തിലും ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നയിക്കണമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ, സ്വർഗരാജ്യത്തേക്കുള്ള വാഗ്ദത്തം അവകാശമാക്കാൻ എനിക്കിടയാക്കണം. ഇവിടെ എനിക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ആ സ്വർഗീയ വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി ഓരോ ദിവസവും എന്നെ ഒരുക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചും ഒരുങ്ങിയും ദൈവത്തെ ആരാധിച്ചും മുൻപോട്ട് വരാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം നിത്യതയായിരിക്കണം. ഈ ഭൂമിയിലുള്ളതൊക്കെ ഇവിടം കൊണ്ട് തീരുമ്പോൾ ഉയരത്തിലുള്ളത് തീരാത്തതാണ്. ആ ഒരു ദൈവിക പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, ദൈവിക ഇഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, ദൈവകൃപയിലേക്ക് നമ്മളെ നയിക്കാൻ അവിടുത്തെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ, പിതാവേ, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി എന്നെ ഒന്ന് ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവമുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ വിധേയപ്പെടുത്തി ഓരോ ദിവസവും വചനം ധ്യാനിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും മുൻപോട്ട് പോയാൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിങ്കൽ കാണപ്പെടും. അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ആർക്കും നിത്യരാജ്യം ലഭ്യമാകാതിരിക്കില്ല. ആകയാൽ നമ്മളെ തന്നെ സൂക്ഷിച്ച് നമ്മളെ ഈ പ്രവാസകാലം ഭയത്തോടെ കഴിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കാം. നമുക്കെല്ലാം ഓഹരിക്കാരായി തീരാൻ സർവശക്തനായ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. റോമാൻ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് പരിചിതമാണല്ലോ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി
വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. റോമിലെ വിശുദ്ധന്മാർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ അവരെ ആത്മാവിൽ ഉദ്ബോധിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ബലത്തോടെ നിർത്തുന്ന ചില വാക്കുകളാണ് താൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കൂ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, അസാധ്യങ്ങൾ മുൻപിൽ വരുമ്പോൾ, എല്ലാം അടയുമ്പോൾ, നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചുരച്ചിഴയുടെ തണലിൽ മതി എന്ന് പറയുമ്പോഴും, ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ മുമ്പിലും, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്നുള്ള ശക്തമായ നിലവിളിയുടെ നടുവിലും എനിക്ക് കഴിയും എന്ന് പറയുന്ന, പ്രത്യാശ നഷ്ടപ്പെട്ടതിൻ്റെ ഭക്തന്മാരോട് ഞാൻ വിടുവിക്കും എന്ന് പറയുന്ന, പ്രത്യാശ നൽകുന്ന ദൈവം. മാത്രമല്ല, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ കഴിയുമെന്നും അതിനുശേഷം ഒരു നിത്യരാജ്യമുണ്ടെന്നുമുള്ള ശക്തമായൊരു പ്രത്യാശ ദൈവമക്കൾക്ക് കർത്താവ് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഈ വേദനയില്ലാത്ത, കഷ്ടമില്ലാത്ത, നിന്നയില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത ഒരു നാടുണ്ട് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യാശ, അതിൻ്റെ പേര് ഭാഗ്യകരമായ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു പ്രത്യാശ നമ്മുടെ അകത്ത് ഇന്ന് പകൽ വെളിപ്പെടുമെങ്കിൽ സകല പ്രതികൂലങ്ങളെയും കണ്ട് ഭയപ്പെടാൻ നമുക്കിടയാവില്ല. പ്രതികൂലത്തെ ജയിക്കുന്ന ഒരു പ്രത്യാശ നമ്മുടെ അകത്തുണ്ട്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുയർത്തെഴുന്നേറ്റ കർത്താവാണ് നമുക്ക് പ്രത്യാശ നൽകിയിട്ടുള്ളത്. ഞാൻ ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഒരു ഭയങ്കര പ്രത്യാശയല്ലേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ശ്രേഷ്ഠകരമായ പ്രത്യാശയല്ലേ. ഞാൻ മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചവൻ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഞാൻ തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. ഏറിയ പ്രത്യാശ തരുന്ന ഒത്തിരി വാചനങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവ് നൽകുന്നു. അടുത്തത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായിത്തീരും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടോ, ആ ശക്തിയാൽ നോർമൽ പ്രത്യാശയല്ല, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. എന്നുവെച്ചാൽ പ്രത്യാശ അങ്ങ് കവിഞ്ഞൊഴുകുകയാണ്, പ്രത്യാശ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യാശയുണ്ടെങ്കിൽ പ്രതികൂലമല്ല, വേദനയല്ല, നിന്ദയും അപമാനവും വരുമ്പോൾ പിറുപിറുക്കില്ല, സംശയിക്കില്ല, എടുത്ത സ്റ്റെപ്പ് ശരിയാണോ എന്ന് ചിന്തിക്കാനിടയാവില്ല. പ്രത്യാശയ്ക്കകത്തൊരു സമൃദ്ധി വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വ്യാപരിക്കണം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, പ്രത്യാശയുടെ ആത്മാവ് വരുമ്പോൾ, പ്രതീക്ഷയുടെ ആത്മാവ് വരുമ്പോൾ, ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ, പ്രത്യാശയിൽ ശക്തരായി നിറയാൻ ദൈവം നമ്മളെ ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്തത്, വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും. പ്രത്യാശയും പ്രതീക്ഷയും വന്നാൽ കർത്താവിൽ വിശ്വസിക്കാൻ കഴിയും. അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വലിയൊരു സന്തോഷമുണ്ട്. കർത്താവിലും അവിടുത്തെ വചനത്തിലും അവിടുത്തെ അമിതബലത്തിലും വിശ്വസിക്കാൻ ഇന്നു പകൽ തയ്യാറാകുമെങ്കിൽ ഭയങ്കരമായൊരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അത് ലോകത്തിൻ്റെ അടുത്ത് കളയാൻ പറ്റില്ല. ലോകം തരുന്നത് പോലെയുള്ള സന്തോഷമല്ല പ്രിയരെ. ലോകത്തിൻ്റെ സകല ശക്തികളെയും ജയിക്കുന്ന ഒരു ഭയങ്കര സന്തോഷം ഇന്ന് പകൽ പരിശുദ്ധാത്മശക്തിയാൽ പ്രത്യാശയുള്ളവരുടെ അകത്തുണ്ട്. അവർ പ്രതിസന്ധികളെ കാണുമ്പോൾ പറയും, ഇത് ഞങ്ങളെ തകർക്കാൻ പറ്റില്ല, ഞങ്ങളിതിനെ ചവിട്ടി മെതിച്ച് മുമ്പോട്ട് പോവും. അടഞ്ഞ ഡോറിൻ്റെ മുമ്പിൽ നിന്നിട്ട് അവർ നിരാശയുടെ വാക്ക് പറയത്തില്ല. തുറക്കാൻ കഴിവുള്ള യഹൂദ ഗോത്രത്തിലെ സിംഹം ആരടച്ചാലും തുറക്കുന്ന പുസ്തകം, അതിൻ്റെ 7 മുദ്രയും പൊട്ടിക്കാൻ ജയം പ്രാപിച്ച കർത്താവിലുള്ള പ്രത്യാശ വരുമ്പോൾ ഇവർ അകത്ത് സന്തോഷം വ്യാപരിക്കുകയാണ്. തടവ് വന്നാലും പൗലോസ് പറയും, ഞാൻ എപ്പോഴും സന്തോഷിപ്പീൻ. കാരണം എന്താ?
പ്രത്യാശയുടെ സമൃദ്ധി അകത്ത് വന്നപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അകത്ത് വന്നപ്പോൾ, കരാഗ്രഹത്തിൽ നാമത്തിൽ കടന്ന് പ്രതീക്ഷകൾ അസ്തമിച്ച് എന്ന് ഇറങ്ങാൻ കഴിയാതെ, ഇനി വെളിച്ചം കാണുമെന്ന് പോലും അറിയാതെ ഒക്കെ ഭാരപ്പെട്ട സമയങ്ങളില്ലേ, സൂര്യനെയും ചന്ദ്രനെയും കാണാത്ത രാത്രികൾ തൻ്റെ ജീവിതത്തിൽ വന്നില്ലേ, അവിടെയും പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ തന്നെ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് നയിച്ച് മറ്റുള്ളവരെ ബലപ്പെടുത്താനൂടെ പൗലോസ്ലീഹയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് പകലിലും ഈ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് വരാൻ തയ്യാറാകുമെങ്കിൽ ഒരു ഭയങ്കര പ്രത്യാശ നിങ്ങളുടെ അകത്ത് വരാൻ പോകുക. പ്രതീക്ഷകൾ അസ്തമിച്ച പ്രിയപ്പെട്ടവരോട് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിക്കുന്നിടത്ത്, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, എന്നെക്കൊണ്ട് ഇത് ജയിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോൾ, ഇല്ല, നിങ്ങളുടെ അകത്ത് വരുന്ന പ്രത്യാശ പറ, ജയിച്ചവനെൻ്റെ കൂടെയുണ്ട്. കല്ലറുകളെ ഭേദിച്ചവനെൻ്റെ കൂടെയുണ്ട്, ഉയർത്തെഴുന്നേറ്റവനെൻ്റെ കൂടെയുണ്ട്, സമാപ്തി വരുത്തുന്നവനെൻ്റെ കൂടെയുണ്ട്, ശക്തീകരിക്കുന്നവൻ്റെ കൂടെയുണ്ട്. അകത്ത് സന്തോഷം വന്നവർ ഇന്ന് പകൽ പറ, സകലത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പൗലോസ് പറയുക, സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് പറയണമെങ്കിൽ അകർത്ത് പ്രത്യാശയുടെ സമൃദ്ധിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്കുണ്ട്. അങ്ങനെയുള്ളവർ ഇന്ന് പകൽ വിളിച്ചു പറ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ആ പ്രത്യാശയിൽ എന്നെ നയിക്കുന്നു. ധൈര്യത്തോടെ പറ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് പകലും ഞങ്ങളുടെ ആലോചനയുടെ ശക്തിയും അങ്ങയുടെ മഹത്വവും സകല കർത്താവ് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ക്രിസ്തുവിലുള്ള പ്രത്യാശ ഈ പകൽ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മപാർച്ച വ്യാപരിക്കട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, ഇരുളിൻ്റെ വ്യാപാരങ്ങൾ തകർന്നു മാറട്ടെ. ഒരാത്മശക്തിയുടെ വ്യാപാരത്താൽ സകലത്തെയും ജയിക്കാമെന്നും കീഴടക്കാമെന്നുമുള്ള കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് ഞങ്ങൾ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ, ലോകത്തിൻ്റെ ശക്തികളെ തകിടം മറിക്കാനുള്ള അനോയിൻറ്റിംഗ് ആയി ഇന്ന് പകലത് മാറുന്നതിനായി സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകലിലും കർത്താവിലും അവൻ്റെ വചനത്തിലും കർത്താവിൻ്റെ രാജ്യത്തിലും ശക്തമായി പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.